നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇത് വെറുമൊരു നിയമപുസ്തകമല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചേർത്തുവെച്ച ലോകം കണ്ട ഏറ്റവും മഹത്തായ രേഖകളിലൊന്നാണ്. അപ്പോ നമുക്കൊരു സംഖ്യയിൽ നിന്ന് തുടങ്ങിയാലോ? 470. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏകദേശം 395 ആർട്ടിക്കിളുകളുണ്ടായിരുന്ന നമ്മുടെ ഭരണഘടനയിൽ പല പല ഭേദഗതികൾക്കെല്ലാം ശേഷം ഇന്നുള്ളത് ഏകദേശം 470ഓളം ആർട്ടിക്കിളുകളാണ്. ഇത് നമ്മുടെ ഭരണഘടനയെ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാക്കി മാറ്റുന്നു. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എന്തിനായിരുന്നു ഇത്രയും വലിയ, ഇത്രയും വിശദമായ ഒരു ഭരണഘടന? അതിന്റെ ഉത്തരം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആ സങ്കീർണതയിൽ തന്നെയുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഭരണഘടനയുടെ വലിപ്പത്തിന്റെ പിന്നിലെ കാരണങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഒന്നോർത്തു നോക്കൂ, നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ മുന്നിലുണ്ടായിരുന്നത് എന്തുമാത്രം വലിയൊരു വെല്ലുവിളിയായിരുന്നെന്ന്. നൂറുകണക്കിന് ഭാഷകൾ, പലതരം മതങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ. ഇത്രയധികം വൈവിധ്യമുള്ളൊരു ജനതയെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ വളരെ വിശദമായ നിയമങ്ങൾ തന്നെ വേണമായിരുന്നു. പിന്നെ നമുക്ക് ബ്രിട്ടീഷ് ഭരണകാലത്തെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതിന്റെ ഘടനയുടെ ഒരു ഭാഗം നമ്മൾ കടമെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അമേരിക്കയിലെ പോലെ കേന്ദ്രത്തിനും ഓരോ സംസ്ഥാനങ്ങൾക്കും വെവ്വേറെ ഭരണഘടനകൾ വേണ്ട, ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരൊറ്റ ഭരണഘടന മതി എന്ന തീരുമാനമായിരുന്നു. ഇതെല്ലാം കൂടിയായപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലുതായി മാറി. പക്ഷേ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒറ്റയ്ക്കുണ്ടാക്കിയ ഒന്നല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനകളിൽ നിന്ന് നല്ല ആശയങ്ങൾ കടമെടുക്കാൻ നമ്മുടെ ശില്പികൾക്ക് ഒരു മടിയുമുണ്ടായിരുന്നില്ല. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ മൗലിക അവകാശങ്ങളെടുത്തു. അയർലൻഡിൽ നിന്ന് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തു. ബ്രിട്ടനിൽ നിന്നാണെങ്കിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയവും. പക്ഷേ ഇതൊരിക്കലും ഒരു കോപ്പിയടിയായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ചേരുന്ന രീതിയിൽ മാറ്റം വരുത്തിയ ഒരു മികച്ച സംയോജനമായിരുന്നു അത്. അപ്പോൾ ഈ രൂപരേഖയുടെ വലിപ്പം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അതിന്റെ ആത്മാവിലേക്ക് കടക്കാം. നമ്മുടെ ഈ മഹത്തായ രാജ്യത്തെ താങ്ങി നിർത്തുന്ന അടിസ്ഥാന തത്വങ്ങൾ, അല്ലെങ്കിൽ ആ തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ തൂൺ എന്ന് പറയുന്നത് ഫെഡറലിസമാണ്. സിമ്പിളായി പറഞ്ഞാൽ രാജ്യഭരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ പങ്കുവയ്ക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ അധികാരപരിധികളുണ്ട്. എങ്കിലും നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് കുറച്ചുകൂടി കൂടുതൽ അധികാരം നൽകിയിട്ടുണ്ട്. ഓർക്കണം, വിഭജനത്തിന്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലാത്തൊരു സമയത്താണ് നമ്മുടെ രാജ്യമുണ്ടാകുന്നത്. അപ്പോൾ ശക്തമായൊരു കേന്ദ്രം അത്യാവശ്യമാണെന്ന് നമ്മുടെ നേതാക്കൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ യൂണിറ്ററി ബയാസ് അല്ലെങ്കിൽ ഏകാത്മക ചായ്വെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശക്തമായ തൂൺ, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മതേതരത്വം. ലോകത്തിലെ എല്ലാ പ്രമുഖ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ഭരണകൂടത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് ചായ്വുണ്ടാകാൻ പാടില്ല എന്നത് വളരെ നിർണായകമായൊരു തീരുമാനമായിരുന്നു. പക്ഷേ ഇന്ത്യ പിന്തുടരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ പോസിറ്റീവ് മതേതരത്വം എന്നൊരാശയമാണ്. അപ്പോൾ എന്താണീ പോസിറ്റീവ് മതേതരത്വം? പാശ്ചാത്യ രാജ്യങ്ങളിൽ മിക്കയിടത്തും ഭരണകൂടവും മതവും തമ്മിലൊരു മതിലുണ്ട്. അതായത് ഭരണകൂടവും മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല, മതങ്ങൾ ഭരണകൂടത്തിലും ഇടപെടില്ല. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇവിടെ ഭരണകൂടത്തിന് ഔദ്യോഗികമായ ഒരു മതമില്ല, പക്ഷേ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. മാത്രമല്ല, സാമൂഹിക പരിഷ്കരണങ്ങൾ ആവശ്യമെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനും ഭരണകൂടത്തിന് അധികാരമുണ്ട്. ഇതാണ് നമ്മുടെ പോസിറ്റീവ് സെക്യുലറിസം. അപ്പോൾ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഈ വലിയ ജനാധിപത്യ യന്ത്രം എങ്ങനെയാണ് ഓടുന്നത് നോക്കിയാലോ? രാജ്യത്തിന്റെ ഭരണം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? ഭരണഘടനാ ശില്പികളുടെ മുന്നിൽ 2 പ്രധാന ഓപ്ഷനുകളുണ്ടായിരുന്നു. അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടനിലെ പാർലമെന്ററി സിസ്റ്റം. നമ്മൾ തിരഞ്ഞെടുത്തത് ബ്രിട്ടീഷ് പാർലമെന്ററി സംവിധാനമാണ്. അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തിലൂടെ ഈ സംവിധാനം നമുക്ക് കുറച്ചുകൂടി പരിചിതമായിരുന്നു. 2, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പ്രസിഡന്റും പാർലമെന്റും തമ്മിൽ തർക്കമുണ്ടായാൽ ഭരണസ്തംഭനമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പാർലമെന്ററി സിസ്റ്റത്തിൽ ഭരിക്കുന്ന മന്ത്രിസഭ പാർലമെന്റിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അവർ എപ്പോഴും ജനപ്രതിനിധികളോട് നേരിട്ട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് കാലത്തിനനുസരിച്ച് മാറണം, അല്ലേ? ഒരു ജീവനുള്ള രേഖ പോലെ. അങ്ങനെ മാറ്റങ്ങൾ വരുത്താനുള്ള വഴിയാണ് ആർട്ടിക്കിൾ 368. ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരേ സമയം ദൃഢതയും എന്നാൽ ആവശ്യത്തിനു വഴക്കവും നൽകുന്നു. ഇതൊരു കിടിലൻ സിസ്റ്റമാണ്. ഭരണഘടനയിലെ ചില കാര്യങ്ങൾ മാറ്റാൻ പാർലമെന്റിന്റെ ഒരു പ്രത്യേക ഭൂരിപക്ഷം മാത്രം മതി. ഇത് ഭരണഘടനയ്ക്ക് ആവശ്യമായൊരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അയവ് നൽകുന്നു.
പക്ഷേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന ഫെഡറൽ തത്വങ്ങളോ സുപ്രീം കോടതിയുടെ അധികാരങ്ങളോ മാറ്റണമെങ്കിൽ പാർലമെന്റിന്റെ ഭൂരിപക്ഷം മാത്രം പോരാ, രാജ്യത്തെ പകുതിയെങ്കിലും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഇത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ സംരക്ഷിക്കുകയും അതിനാവശ്യമായ ദൃഢത നൽകുകയും ചെയ്യുന്നു. ഒരു നിയമപുസ്തകം ഉണ്ടായാൽ മാത്രം പോരല്ലോ, അത് സംരക്ഷിക്കാനും ആളുവേണ്ടേ? അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണ്ടേ? അതിനാണ് നമ്മുടെ ഭരണഘടന ചില സ്വതന്ത്ര സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ്. അതിന്റെ തലപ്പത്തുള്ള സുപ്രീം കോടതിയാണ് നമ്മുടെയൊക്കെ അവകാശങ്ങളുടെ അവസാനത്തെ കാവൽക്കാരൻ. അതുപോലെ കൃത്യമായി തിരഞ്ഞെടുപ്പുകൾ നടത്തി ജനാധിപത്യം നിലനിർത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന UPSC, ഇവരൊക്കെ നമ്മുടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അവസാന വാക്ക് സുപ്രീം കോടതിയുടേതാണ്. പാർലമെന്റ് പാസാക്കുന്ന ഏതൊരു നിയമവും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് കോടതിക്ക് തോന്നിയാൽ ആ നിയമം റദ്ദാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇതാണ് കോടതിയെ ഭരണഘടനയുടെ യഥാർത്ഥ സംരക്ഷകനാക്കി മാറ്റുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ വലിയ സംവിധാനങ്ങളെല്ലാം ആർക്ക് വേണ്ടിയാണോ ആ ഇന്ത്യൻ പൗരന്റെ അടുത്തേക്ക്, അതായത് നമ്മൾ ഓരോരുത്തരിലേക്കും വരാം. നമ്മുടെ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനത്തോടെ ജീവിക്കാനായി 6 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. അതുപോലെ സാർവത്രിക വോട്ടവകാശം. ഒന്നാലോചിച്ചു നോക്കൂ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങൾ പോലും സ്ത്രീകൾക്കും സാധാരണക്കാർക്കും വോട്ടവകാശം കൊടുക്കാൻ മടിച്ചൊരു കാലത്താണ് ഇന്ത്യ തുടങ്ങിയ അന്ന് തന്നെ ജാതി, മത, ലിംഗ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശം കൊടുത്തത്. അതൊരു വിപ്ലവമായിരുന്നു. പിന്നെ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, ഇന്ത്യൻ പൗരത്വം. ഇത് നമ്മളിൽ ഒരൈക്യബോധം വളർത്തുന്നു. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഉപമയുണ്ട്. അതൊരു വലിയ സംരക്ഷണം നൽകുന്ന ഒരു പുതപ്പ് പോലെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആശയങ്ങളെന്ന നൂലുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തുന്നിച്ചേർത്ത ഒരു പുതപ്പ്. അത് നമുക്ക് മൗലികാവകാശങ്ങളുടെ ചൂടും സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വവും നൽകുന്നു. അതേസമയം കാലം മാറുമ്പോൾ പുതിയ തുന്നലുകൾ ചേർക്കാനും പഴയവ മാറ്റാനും കഴിയുന്നത്ര വഴക്കമുള്ളതൊന്ന്. അപ്പോ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് പുതിയ സാമൂഹികവും സാങ്കേതികവുമായ വെല്ലുവിളികൾ വരുമ്പോൾ നമ്മുടെ ഈ ഭരണഘടന എന്ന പുതപ്പ് കേടുകൂടാതെ സംരക്ഷിക്കാൻ എന്തു പുതിയ തുന്നലുകളാണ് നമുക്ക് വേണ്ടിവരിക? ഈ ചോദ്യം നമുക്കോരോരുത്തർക്കും ഒരുമിച്ചാലോചിക്കാനുള്ളതാണ്. ഇന്ത്യയുടെ സുരക്ഷ, സ്ഥിരത അല്ലെങ്കിൽ ധനകാര്യം എന്നിവ അപകടത്തിലാകുമ്പോൾ അസാധാരണമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് നൽകുന്ന പ്രത്യേക അധികാരങ്ങളാണ് അടിയന്തര വ്യവസ്ഥകൾ. ഇതുപോലെ ചിന്തിക്കുക. രാജ്യം ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാരിന് വേഗത്തിലും ശക്തമായും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ സാധാരണ നിയമങ്ങൾ താൽക്കാലികമായി ഇളവ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അടിയന്തര വ്യവസ്ഥകൾ ആവശ്യമായി വരുന്നത്? സാധാരണ ജനാധിപത്യ പ്രക്രിയകൾ മന്ദഗതിയിലാണ്. അടിയന്തര സാഹചര്യങ്ങൾക്ക് വേഗത്തിലുള്ള തീരുമാനങ്ങൾ ആവശ്യമാണ്. പതിവ് ഫെഡറൽ സന്തുലിതാവസ്ഥയേക്കാൾ ഐക്യവും നിയന്ത്രണവും പ്രധാനമാണ്. അതിനാൽ ഭരണഘടന അധികാരത്തിന്റെ താൽക്കാലിക കേന്ദ്രീകരണം അനുവദിക്കുന്നു. നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് നമ്മുടെ ഭരണഘടന എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് നിലവിൽ വന്ന അന്നുമുതൽ ഇന്നുവരെ ഒരുപാട് വിമർശനങ്ങളും വലിയ സംവാദങ്ങളും അതിനെ ചൊല്ലി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടന നേരിട്ട പ്രധാനപ്പെട്ട ചില വിമർശനങ്ങളിലേക്ക്, അതിന്റെ ചരിത്രപരവും അക്കാഡമിക്കുമായ തലങ്ങളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കാൻ പോവുകയാണ്. ഈയൊരു ചർച്ചയുടെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗമായിരുന്ന കെ ഹനുമന്തയ്യയുടെ ഈ വാക്കുകൾ കേട്ടാൽ മതി. നമുക്കുവേണ്ടിയിരുന്നത് വീണയുടെയോ സിതാറിന്റെയോ സംഗീതമായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയതോ ഒരു ഇംഗ്ലീഷ് ബാൻഡിന്റെ സംഗീതവും. ഈയൊരൊറ്റ വാചകം മതിയായിരുന്നു ഭരണഘടനയ്ക്ക് ഒരു ഇന്ത്യൻ ആത്മാവുണ്ടോ എന്ന വലിയൊരു ചോദ്യത്തിന് തീകൊളുത്താൻ. അപ്പോ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഭരണഘടനയുണ്ടാക്കിയവരെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ ഭരണഘടനയുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലേക്ക് കടക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ വലിപ്പവും ഇന്ത്യൻ അല്ലാത്തത് എന്ന ആരോപണവും നോക്കും. അവസാനം ഈ ചർച്ചകളെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു ആശയത്തിൽ നമ്മളിത് അവസാനിപ്പിക്കും. ശരി, നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുംതൂണായി വാഴ്ത്തുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന അതിന്റെ തുടക്കം മുതൽക്കേ ഇത്രയധികം വിവാദങ്ങൾക്ക് കാരണമായത്? നമുക്ക് ആ സംവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്താണെന്നൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഭരണഘടനയെക്കുറിച്ചുള്ള വിമർശനമല്ല, മറിച്ച് അത് രൂപീകരിച്ച ആ സഭയെക്കുറിച്ചാണ്. ഭരണഘടനാ നിർമ്മാണ സഭ, അതിന്റെ ഘടനയും അതിന്റെ നിയമസാധുതയുമൊക്കെ അന്ന് വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു.
എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കെതിരെ ഉയർന്ന പ്രധാന വിമർശനങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, ഇത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സഭയല്ല, കാരണം അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തതല്ല. 2, ഇതൊരു പരമാധികാര സഭയല്ല, കാരണം ബ്രിട്ടീഷ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് അതുണ്ടാക്കിയത്. മൂന്നാമത്തത്, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം ആ സഭയിലുണ്ടായിരുന്നു. അതുകൂടാതെ അഭിഭാഷകരും രാഷ്ട്രീയക്കാരും സഭയിൽ കൂടുതലായിരുന്നതും ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്നതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ഈ ഒരു വിമർശനത്തെ ശരിവയ്ക്കുന്ന ഒരു വാചകമാണ് ചരിത്രകാരനായ ഗ്രാൻവിൽ ഓസ്റ്റിന്റേത്. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാൽ കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ് എന്നാൽ ഇന്ത്യയും. ഒറ്റ പാർട്ടിക്ക് എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇനി വേറൊരു വിമർശനം നോക്കൂ. ലോർഡ് വിസ്കൗണ്ട് സൈമൺ ഭരണഘടനാ നിർമ്മാണ സഭയെ വിളിച്ചത് ഹിന്ദുക്കളുടെ ഒരു സഭ എന്നാണ്. അന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പോലും സമാനമായ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് സഭയിൽ എല്ലാ മതങ്ങൾക്കും കൃത്യമായ പ്രാതിനിധ്യം ഇല്ലായിരുന്നു എന്നൊരു വാദം ശക്തമായിരുന്നു. ശരി, അപ്പൊ നിർമ്മാണ സഭയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഭരണഘടനയുടെ ഉള്ളടക്കത്തിലേക്ക് വരാം. ഇവിടെ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ, ഏറ്റവും സാധാരണമായ ഒരു വിമർശനമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മൗലികതയില്ല എന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വാദം വന്നത്? അതായത് വിമർശകർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭരണഘടന പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളുടെ ഒരു സഞ്ചി മാത്രമാണെന്നാണ്. അല്ലെങ്കിൽ പല ഭരണഘടനകളിൽ നിന്നും ഓരോ കഷ്ണമെടുത്ത് തുന്നിച്ചേർത്ത ഒരു പാച്ച് വർക്ക് പോലെ. ഇന്ത്യയുടേതായ തനതായ ഒന്നും ഇതിലില്ലെന്ന് അവർ വാദിച്ചു. പക്ഷേ ഈ വിമർശനത്തിന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വളരെ വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ മറ്റ് രാജ്യങ്ങളിലെ നിയമങ്ങൾ അന്ധമായി പകർത്തിയതല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനകളെയെല്ലാം അരിച്ചുപറുക്കി അതിൽ നിന്ന് ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് ഏറ്റവും ചേരുന്നത് ആവശ്യമായ മാറ്റങ്ങളോടെ നമ്മൾ സ്വീകരിക്കുകയായിരുന്നു എന്നാണ്. ഈ മൗലികതയെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദമാണ് നമ്മുടെ ഭരണഘടന 1935 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു കാർബൺ കോപ്പി മാത്രമാണ് എന്നുള്ളത്. അതിലെ ഒരുപാട് കാര്യങ്ങൾ അതേപടി പകർത്തിവെച്ചതാണെന്ന് വിമർശകർ അന്നും ഇന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഒരുപക്ഷേ ഏറ്റവും ആഴത്തിലുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനത്തിലേക്കാണ്. അതായത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവും അതിന്റെ തത്വചിന്തയും ഇന്ത്യയുടെ പാരമ്പര്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത തികച്ചും വിദേശീയമായ ഒന്നാണ് എന്ന ആരോപണം. എന്തുകൊണ്ടാണ് ഇതിനെ അഭാരതീയം അല്ലെങ്കിൽ ഇന്ത്യൻ അല്ലാത്തത് എന്ന് ചിലർ വിളിച്ചത്? അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ഇന്ത്യയുടെ രാഷ്ട്രീയ പാരമ്പര്യങ്ങളെയും മൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല. 2, അതിന്റെ ആത്മാവ് വിദേശീയമാണ്, തനി ഇന്ത്യനല്ല. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഗാന്ധിയൻ ആശയങ്ങൾ ഭരണഘടനയിലില്ല എന്നതും വലിയൊരു വിമർശനത്തിന് കാരണമായി. ശരി, ഉള്ളടക്കത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഭരണഘടനയുടെ ഘടനയെക്കുറിച്ചുള്ള ചില വിമർശനങ്ങൾ നോക്കാം. അതിന്റെ ഭീമാകാരമായ വലിപ്പം, അത് തയ്യാറാക്കാനെടുത്ത സമയം, പിന്നെ അതിന്റെ സങ്കീർണമായ ഭാഷ, ഇതൊക്കെയായിരുന്നു അടുത്ത പ്രശ്നങ്ങൾ. 2 വർഷം, 11 മാസം, 18 ദിവസം. കേൾക്കുമ്പോൾ തന്നെ വലുതാണല്ലേ? ഇത്രയും സമയമെടുത്തു നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കാൻ. വെറും 4 മാസം കൊണ്ട് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയതുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് ഈ കാലതാമസം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈയൊരു കാലതാമസത്തെ കളിയാക്കിക്കൊണ്ട് അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ഒരംഗമായിരുന്ന നസീറുദ്ദീൻ അഹമ്മദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത് വളരെ പ്രശസ്തമാണ്. അതായത് ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്നൊരു സമിതി എന്ന അർത്ഥത്തിൽ. അടുത്തൊരു പ്രധാനപ്പെട്ട വിമർശനമാണ് അഭിഭാഷകരുടെ സ്വർഗം എന്ന പ്രയോഗം. സർ ഐവർ ജെന്നിങ്സിനെ പോലുള്ള നിയമപണ്ഡിതരാണ് നമ്മുടെ ഭരണഘടനയെ അങ്ങനെ വിശേഷിപ്പിച്ചത്. കാരണം അതിന്റെ ഭാഷ വളരെ സങ്കീർണവും സാങ്കേതികവുമാണ്. ഒരു സാധാരണക്കാരന് അത് വായിച്ചു മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഒരുപാട് നിയമയുദ്ധങ്ങൾക്ക് വഴിവെക്കുമെന്നും അവർ വാദിച്ചു. ഇതുവരെ നമ്മൾ കേട്ട ഈ വാദങ്ങളെയും മറുവാദങ്ങളെയുമെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കാൻ പറ്റിയ മനോഹരമായ ഒരു രൂപകം ഉപയോഗിച്ച് നമുക്ക് ഈ ചർച്ചയൊന്ന് സമീപിക്കാം. ഈ രൂപകത്തെ നമുക്കൊരു അലങ്കാര തുന്നൽ എന്ന് വിളിക്കാം. ഇന്ത്യൻ ഭരണഘടന ഒരു വലിയ അലങ്കാര പുതപ്പ് പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. വിമർശകർ പറയുന്നത് ഇതാണ്: ഇതിലെ തുണിക്കഷ്ണങ്ങൾ പലയിടത്തുനിന്നും കടമെടുത്തതാണ്, ഇതിന്റെ തുന്നലുകൾ ഒരുപാട് സങ്കീർണമാണ്, പിന്നെ ഇതുണ്ടാക്കിയവർ അതിന്റെ ഉപയോഗത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് അതിന്റെ ഭംഗിയിലായിരുന്നു എന്ന്. പക്ഷേ ഈ വാദത്തിന് ഒരു മറുപുറമുണ്ട്.
ഭരണഘടനയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഈ പറയുന്ന സങ്കീർണതയും പലയിടത്തുനിന്നും കടമെടുത്തിയ ആശയങ്ങളുമൊക്കെയാണ് ആ പുതപ്പിന് കാലത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകുന്നത് എന്നാണ്. അതായത് കുറവുകളായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. അപ്പ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ലോകമെമ്പാടുമുള്ള ആശയങ്ങളിൽ നിന്നും നമ്മുടെ സ്വന്തം ആവശ്യങ്ങളിൽ നിന്നും തുന്നിച്ചേർത്ത ഈ സങ്കീർണമായ പുതപ്പ് ഇന്നത്തെ ഇന്ത്യക്ക് ഇപ്പോഴും ചേർന്നതാണോ? ഈ ഒരു ചോദ്യം ഈ സംവാദത്തിന്റെ കാതലെന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒപ്പം ഭരണഘടനയുടെ ഇന്നത്തെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു.